നമസ്കാരം, അമൃതാണ്. ഒരു ന്യൂ ജെൻ അവാർഡ് മൂവി പോലെയാണ് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. പിന്നെ പേര് പോലെ തന്നെ പാരഡൈസ്. നമ്മളൊക്കെ ശരിക്കും കുട്ടിക്കാലത്ത് ഈ ശ്രീലങ്കയിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഐലൻഡ്, കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു കാഴ്ചപ്പാട് തീർത്തും എനിക്ക് മാറ്റി തന്നത് ഒരു ശ്രീലങ്കൻ ലേഡിയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ. അവർ ജനിച്ചു വളർന്നൊക്കെ ജാഫ്നയിലാണ്. ഈ പറഞ്ഞ അമ്മ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അവിടെ ജീവിച്ചുകൊണ്ട് ശ്രീലങ്കയിലെ ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു ബ്യൂട്ടി അത് വർണ്ണിച്ചപ്പോഴത്തേക്ക് ഞാൻ ശരിക്കും അതിശയിച്ചു. അപ്പോൾ അവരുടെ ആ ഒരു ബാല്യകാല സ്മരണകളും ജനിച്ചു വളർന്ന നാടിൻ്റെ ഭംഗിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അത്രയും ആഴത്തിൽ ഉൾക്കൊണ്ട് വെച്ചിരുന്നു. അപ്പോൾ അത് ഈ ഒരു സിനിമയിൽ ആ അമ്മ പറഞ്ഞ കാഴ്ചകൾ ഞാനിങ്ങനെ ഒരു വിൻഡോ തുറന്ന് കാണുന്നത് പോലെയായിരുന്നു. പ്രത്യേകിച്ച് സിനിമ തുടങ്ങി ആദ്യമൊക്കെ ആ ഒരു ജാഫ്നയുടെ ബ്യൂട്ടി, ജാഫ്ന എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല എങ്കിലും നോർത്ത് ഓഫ് ശ്രീലങ്കയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ തമിഴ് വംശജർ ജീവിക്കുന്ന സ്ഥലമാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ ഈ സിനിമ വിതരണത്തിനെടുത്തിരിക്കുന്നതാണോ അതേ പ്രസൻസ് എന്ന് പറഞ്ഞ വിതരണമാണെന്നാണ് എൻ്റെ വിശ്വാസം. മദ്രാസ് ടാക്കീസാണ്, അതായത് നമ്മുടെ മണിരത്നത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കണക്ട് ചെയ്യുന്ന കുറച്ചൊരു യുക്തിവാദ ടൈപ്പ് ഓഫ് ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ഇതിനകത്തുള്ള കഥാപാത്രങ്ങൾ. അതിനോട് വലിയ യോജിപ്പൊന്നും തോന്നിയില്ല. അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അതിനോടുള്ള വിയോജിപ്പ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് എൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ആ ഒരു സംഭവം മാത്രം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എക്സലൻറ്റ് മൂവിയാണ്. നമ്മുടെ അവാർഡ് കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ ആദ്യമൊക്കെ ഞാൻ റിവ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ കേട്ടത്. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു ന്യൂ ജനറേഷൻ, അതായത് കാലം മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടുള്ള ഒരു അവാർഡ് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സിനിമയാണ്. ഒരുപാട് ജൂറി നോമിനേഷൻസ് ഒക്കെ ആദ്യം എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പം സിനിമ ശരിക്കും അങ്ങോട്ട് ഹുക്ക് ചെയ്യുന്നത് ഈ ശ്രീലങ്കയിലെ ഇന്നത്തെ പ്രസന്റ് കണ്ടീഷനും ഒക്കെ ഇതിനകത്ത് നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അവർ ക്യാപ്ചർ ചെയ്തു എന്നുള്ള നമുക്ക് ഭയങ്കര അതിശയം തോന്നും. സീക്വൻസുകളൊക്കെ ഒരു റീക്രിയേഷൻ പോലെയോ അല്ലെങ്കിൽ തട്ടിക്കൂട്ടിയിരിക്കുന്നതായിട്ട് തോന്നത്തില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഷോട്ടുകളൊക്കെ അവർ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പ്യുവർ ഒരു ഡോക്യുമെൻ്ററി ഫോർമാറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റിയലിസ്റ്റിക് അനുഭവം നമുക്ക് വിഷ്വലി കിട്ടുന്നുണ്ട്. പിന്നെ ഈ വിരുമാണ്ടി സിനിമയിലൊക്കെ കണ്ട മാതിരിയുള്ള ഒരു ലൈവ് സൗണ്ട് റെക്കോർഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കുറച്ച് മെനക്കേടാണ്. ഇതിൽ അഭിനയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം ഇൻവോൾവ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് ത്രോട്ടിൽ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഹാർഡ് കോർ എഫേർട്ട് ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് വളരെ സബ്റ്റിൽ ലെവലിലാണ് നിർത്തിയിരിക്കുന്നത്. അതും ആവശ്യത്തിന് മാത്രം. ഈ ലൈവ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ബാക്ക് ഡ്രോപ്പിൽ വരുന്ന സൗണ്ട്സ്, അതായത് പ്രത്യേകിച്ച് ഒരു കാടിൻ്റെ അന്തരീക്ഷമൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും ആ സ്ഥലത്ത് പോയൊരു ഫീല് സിനിമയ്ക്കകത്ത് പോയി, ഇതെല്ലാം അവർക്കൊപ്പം പോയ ആ ഒരു ജേണിയിൽ നമ്മളും കൂടെ ഒരു ഭാഗമായി ആ കാഴ്ചകളും അവരുടെ അനുഭവങ്ങളും അതിനകത്ത് സംഭവിക്കുന്ന സംഭവ വികാസങ്ങളും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒരു ഫീൽ ഈ സിനിമയ്ക്ക് ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് അത് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇതൊരു ഭയങ്കര ഒരു ഡയറക്ടോറിയൽ സക്സസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഓവറോൾ ഞാൻ കേട്ട ആ ഒരു ജാഫ്ന അല്ലെങ്കിൽ നോർത്ത് ഓഫ് ശ്രീലങ്ക, തമിഴ് വംശജർ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെതും അവരുടെ പ്രശ്നങ്ങളെ, ഇതിനകത്തുള്ള പൊളിറ്റിക്സ് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിരിക്കുന്ന തമിഴ് വംശജരായിട്ടുള്ള ആളുകളെ എത്രത്തോളം മൃഗീയമായിട്ടാണ് അവിടെ ഉള്ള സിസ്റ്റം ചൂഷണം ചെയ്യുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവരുടെ തലയിൽ വെച്ച് അവരെ മാക്സിമം അവർ ഉപദ്രവിക്കുകയും ഒരു വല്ലാത്ത ടോർച്ചറാണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് നമ്മളെ ഉള്ളിൽ പെയിൻ തോന്നും. ഞാൻ ശരിക്കും വീപ്പ് ചെയ്തു പോയി. അത്രയ്ക്ക് വിഷമം തോന്നിയ ചില സന്ദർഭങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഡയലോഗ് ഡെലിവറി, റോഷൻ എന്ന് പറയുന്ന നടൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഷോട്ടിൽ തന്നെ ഈ ലൈവ് സൗണ്ട് റെക്കോർഡിങ്ങോട് കൂടി അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുള്ള ഒരു കുറച്ച് ലെങ്തി ഡയലോഗുണ്ട്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു. ഈക്വലി അദ്ദേഹത്തോടൊപ്പം നെക്കായിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ് പുള്ളിക്കാരത്തിൻ്റെ പേരെനിക്ക് കിട്ടുന്നില്ല. ബട്ട് ബ്യൂട്ടിഫുള്ളി പുള്ളിക്കാരത്തി ആ ക്യാരക്ടറിനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡയറക്ഷൻ, ബാക്കിയുള്ള ഒരുപാട് ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാം ശ്രീലങ്കൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീലങ്കൻ തമിഴ്സ് ആയിരിക്കാം മേ ബി. അവരുടെയൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ട് നമ്മൾ സാധാരണ സിനിമകളിൽ, മലയാള സിനിമകളിലോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഇത്തരത്തിലുള്ള അവാർഡ് കാറ്റഗറിയിലൊക്കെ പെടുത്താവുന്ന സിനിമകളിലോ കാണുന്ന ഒരു ട്രീറ്റ്മെൻ്റ് അല്ല. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഈ സംഭവം നടക്കുന്ന ആ ഒരു സന്ദർഭത്തിനും ആ ഒരു സ്ഥലത്തിൻ്റെയൊക്കെ ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത കാഴ്ചയ്ക്കൊരു വലിയ വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ വളർന്ന ഒരമ്മ അവർ ആ മനസ്സിൽ കണ്ട് അവർ നമ്മളടുത്ത് ഷെയർ ചെയ്ത ആ കാഴ്ചകളുടെയൊക്കെ ഒരു റിയാലിറ്റി ശരിക്കും ഈ സിനിമയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 9 റേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.